ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ബംഗാളി സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതിന് ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. തേങ്ങ അരയ്ക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയുമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണാം. ഈ കറി ഉണ്ടാക്കാനായിട്ട് പംകിൻ എടുത്തിട്ടുണ്ട്, അതുപോലെ ചേനയും എടുത്തിട്ടുണ്ട്. നമ്മളെപ്പോലെ ധാരാളം കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുന്നവരാണ് ബംഗാളികളും. കൂടുതലും പൊട്ടറ്റോയാണ് അവരുടെ ഫേവററ്റ്. ഞാനിതിൽ പൊട്ടറ്റോയ്ക്ക് പകരമായിട്ടാണ് ഈ ചേന ചേർക്കുന്നത്. ചേന നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. വാഴയ്ക്ക് കുഴിയെടുക്കാൻ വേണ്ടി വെട്ടിയപ്പോഴാണ് ചേന കിട്ടിയത്. ഏകദേശം 9.5 കിലോയോളം വെയിറ്റ് ഉണ്ടായിരുന്നു. ഇത് നട്ടെടുത്തതല്ല, ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി നമ്മൾ പുറത്ത് പറമ്പിൽ കൊണ്ട് കളയൂലേ, അത് അവിടെ കിടന്ന് കിളിർത്തതാണ്. എനിക്കൊന്ന് 2 വർഷമായി കാണും, അതാണ് ഇത്രയും വലുതായത്. ഇതിനു മുമ്പ് എനിക്ക് ഇതുപോലെ കുറേ ചേനകൾ കിട്ടിയിട്ടുണ്ട്. ചേന ചെത്തുമ്പോൾ ഭയങ്കരമായിട്ട് കൈ ചൊറിയും. ചേനയും ചേമ്പും അങ്ങനെയാണ്. എൻ്റെ ഹസ്ബൻഡുള്ള സമയത്ത് ഹസ്ബൻഡായിരുന്നു ഇത് ചെയ്തു തന്നിരുന്നത്. ചേനയും ചേമ്പുമൊക്കെ ചെത്തുമ്പോൾ കയ്യിൽ ചൊറിച്ചിൽ വരാതിരിക്കാനായിട്ട് വെളിച്ചെണ്ണ പുരട്ടിയാൽ നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. ഞാനിത് വെറുതെ പുരട്ടിയതാണ്, പക്ഷേ ഞാനിത് പലപ്പോഴും പുരട്ടിയിട്ട് എനിക്കൊരു ഫലവും ഉണ്ടായിട്ടില്ല. ഇത് കൈയുടെ പുറത്താകാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഗ്ലൗസ് ഉപയോഗിച്ച് കഴുകിയെടുക്കും, അല്ലെങ്കിൽ സ്പൂണ് എന്തെങ്കിലുമൊക്കെ കൊണ്ട് കറക്കി കഴുകിയെടുക്കും. വലിയ പാടാണിത്. ശരിക്കും ഈ വൃശ്ചിക മാസത്തിൽ കിട്ടുന്ന ഈ ചേന നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായിട്ട് വേകുകയും ചെയ്യും. ഇതിൻ്റെ കൂടെ കുറച്ച് മത്തങ്ങ കൂടി ചേർക്കുന്നുണ്ട്. മത്തങ്ങയും ചേനയും കൂടെ നല്ല ഒരു കോമ്പിനേഷനാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മത്തങ്ങ കൊണ്ട് നമ്മൾ സാധാരണയായിട്ട് തേങ്ങ അരച്ചൊക്കെയല്ലേ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കറി തേങ്ങ അരയ്ക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറിനും ചപ്പാത്തിക്കും പൂരി, പൊറാട്ട എന്നിവയോടൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി കറിയാണിത്. അപ്പോൾ ഇത് രണ്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചേന ഇനി കഴുകാനായിട്ട് ഗ്ലൗസ് ഉപയോഗിച്ചാണ് ഞാൻ കഴുകുന്നത്. ഈ കഴുകുന്ന സമയത്താണ് കൂടുതലും കൈ ചൊറിയുന്നത്, അപ്പോൾ അതൊന്ന് ഒഴിവാക്കി കിട്ടും. നല്ലതുപോലെ കഴുകിയെടുക്കണം, നിറയെ മണ്ണുണ്ടാകും. ഞാനിത് 4-5 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. ഇതുപോലെ മത്തങ്ങയും കൂടി ഒന്ന് കഴുകിയെടുക്കാം. മത്തങ്ങയും ചേനയും ഒക്കെ ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. രണ്ടിലും ധാരാളം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പാൻ ചൂടാക്കാനായിട്ട് വച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് സംഗതികൾ ചേർക്കാനുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കറുത്ത ജീരകം, 1/2 ടീസ്പൂൺ ഓമം, 1/4 ടീസ്പൂൺ ഉലുവ. ഇനി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് എടുത്ത് വച്ചിരിക്കുന്ന സീഡ്സ് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഈ ചേർത്തിരിക്കുന്ന ഓരോ സീഡിനും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. ഇതിൽ ഇനി ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. തീ നന്നായി കുറച്ചാണ് വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലെങ്കിൽ സാരമില്ല, അല്പം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ എടുത്തൊന്ന് നന്നായിട്ട് ചതച്ച് ചേർത്താൽ മതി. ഇതിൻ്റെ പച്ചച്ചുവന്ന് മാറിയ ശേഷം ഇതിൽ കുതിർത്ത് വെച്ച കടല ചേർക്കാം. 1 പിടിയോളം കടലയാണ്, നന്നായി കുതിർത്തെടുത്തതാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെങ്ങനെ കടല വേകുമെന്നുള്ളത്. ഇത് നന്നായി കുതിർത്തതല്ലേ, നമ്മൾ പച്ചക്കടല സാധാരണ കുതിർത്ത് കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് വേകുകയും ചെയ്യും, പക്ഷേ എന്തെങ്കിലും ഉടയുകയില്ല. ഈ ചേനയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഞാനിത് വളരെ കുറച്ച് എണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി എണ്ണ കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ്. അല്പം കായപ്പൊടി കൂടി ചേർക്കാം. കടലയൊക്കെ ചേർത്തത് കൊണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും വരാതിരിക്കാൻ കായം ഉപകരിക്കും. അതുപോലെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ചെറിയ തീയിൽ ഇത് കുറച്ച് നേരം ഒന്ന് വേകട്ടെ. ഇതിൽ ചേർക്കാനുള്ള മസാല നമുക്കൊന്ന് സെപ്പറേറ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. 2 ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരല്പം ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. അല്പം ഗരം മസാല മതി. ബാക്കിയുള്ള നമ്മൾ ചേർത്തിട്ടുള്ള സീഡിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഗരം മസാല വളരെ കുറച്ച് ചേർത്താൽ മതി.
അല്പം വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടിത് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. അല്പം ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കരിഞ്ഞൊന്നും പോകില്ല. ഇതിപ്പോൾ പകുതി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർക്കാം. ഈ മസാലയോടൊപ്പം ഒരല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2-3 മിനിറ്റ് ഇത് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ഈ കറി കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ രീതിയിലെ കറിയാണെങ്കിൽ ഇതിൽ കുറച്ച് തേങ്ങ അരച്ച് ചേർക്കും അല്ലേ. എന്നാൽ ഇതിൽ ഒട്ടും തന്നെ തേങ്ങ ഞാൻ ചേർക്കുന്നില്ല. തേങ്ങ ചേർക്കാതെയും ഇത് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഈ മസാലയുടെയും പച്ചച്ചുവയൊന്ന് മാറിയ ശേഷം ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വേവിക്കാം. ഏകദേശം വെന്തതുകൊണ്ട് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇത്രയും വെള്ളം മതിയാകും. ഇതിനെ അടച്ചു വച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ലുച്ചി ഉണ്ടാക്കാം. ലുച്ചി എന്ന് പറഞ്ഞാൽ പൂരി തന്നെയാണ്. ബംഗാളീസ് കൂടുതലായിട്ടും ഇത് മൈദമാവിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാനിതിൽ കുറച്ച് ഗോതമ്പ് മാവ് കൂടി ചേർക്കുന്നുണ്ട്. 1 കപ്പ് ഗോതമ്പ് മാവിന് 2 കപ്പ് മൈദ. വല്ലപ്പോഴുമൊക്കെ ഒരല്പം മൈദ കഴിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നില്ലല്ലോ. ഒരല്പം ഉപ്പും ചേർത്ത് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നെയ്യ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. ഇത് അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ബംഗാളീസ് ഇതിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർക്കാറുണ്ട്. അവർക്ക് ഈ പഞ്ചസാരയും ഓയിലി ഫുഡുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മിക്കവാറും ഉച്ചയൂണിന് തന്നെ അവർ പൂരി ഉണ്ടാക്കി കഴിക്കാറുണ്ട് ചോറിനോടൊപ്പം. മാവിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാനായി ഒരല്പം എണ്ണ കൂടി തേച്ചിട്ട് നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് ഉടച്ചെടുക്കാം. പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർത്തിട്ടില്ലെങ്കിലും ഇതിൽ ആദ്യം ചേർത്ത ആ 4-5 ഐറ്റം സീഡ്സ് ഉണ്ടല്ലോ, അത് ഈ കറിക്ക് പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും തരും. എപ്പോഴും നമ്മൾ തേങ്ങയൊക്കെ അരച്ചല്ലേ കറി ഉണ്ടാക്കുന്നത്. അത് തിരുമിയെടുത്ത് അരച്ചൊക്കെ വരാൻ വേണ്ടി നല്ല ടൈം വേണം. വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. മത്തങ്ങയൊക്കെ നമ്മൾ ഡെയിലി കഴിക്കണം. ഇതിൽ നിറയെ ഫൈബറും അതുപോലെ ഡയബറ്റിക് പേഷ്യൻറ്റിനൊക്കെ വളരെ നല്ലതാണ്. ഹാർട്ടിനൊക്കെ വളരെ നല്ലതാണ്. ചേനയും മത്തങ്ങയും ഒക്കെ സ്ഥിരമായിട്ട് കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം. എണ്ണ ചൂടാക്കാനായിട്ട് വച്ചിട്ടുണ്ട്. പൂരി ഉണ്ടാക്കാൻ പിന്നെ പരത്തി കഴിഞ്ഞാൽ നല്ല എളുപ്പമല്ലേ. മിനിറ്റിന് ഓരോ പൂരികൾ റെഡിയാകും. ഞാൻ ആദ്യം ഇത് മൊത്തത്തിലൊന്ന് പരത്തിയതിന് ശേഷമാണ് ചുടാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ ഓരോന്നോരോന്നായിട്ട് പരത്തുകയും ഉണ്ടാക്കുകയും ചെയ്യാം. പക്ഷേ പൂരി ആകുമ്പോൾ അതും കരിഞ്ഞു പോവും, അല്ലെങ്കിൽ നല്ല ബ്രൗൺ നിറമായി പോവും. അത് വരാതിരിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി വച്ചതിന് ശേഷം ഒന്നിച്ച് പെട്ടെന്ന് ചുട്ടെടുക്കാൻ നല്ല എളുപ്പമാണ്. ബംഗാളീസും ആസാമീസുമൊക്കെ അവരുടെ ദുർഗാപൂജ സമയത്ത് സാധാരണയായിട്ട് ഉണ്ടാക്കുന്നതാണ് പൂരിയും ഇതുപോലെ കറുത്ത കടല ചേർത്തുണ്ടാക്കിയ തിക്ക് ഗ്രേവി ആയിട്ടുള്ള കറിയും. അതിൽ പൊട്ടറ്റോ അവർക്ക് മസ്റ്റായിട്ട് ഉണ്ടാവും. ഇതോടൊപ്പം സൂചി ചേർത്ത് തയ്യാറാക്കിയ നല്ല മധുരമുള്ള നല്ല നെയ്യ് ചേർത്ത ഹൽവയും കൂടി വേണം. അപ്പോഴാണ് യഥാർത്ഥ ബംഗാളി ഫുഡിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഒരു വ്യത്യസ്തമായ കറിയും ഈ പൂരിയും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. ചൂടോടെ തന്നെ ഇത് കഴിച്ചാൽ അപാര ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.